കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷ പാഠ്യപദ്ധതിയിൽ റാപ്പ് ഗായകൻ വേടന്റെ അതായത് ഹിരൺദാസ് മുരളിയുടെ പാട്ട് പഠന വിഷയമാക്കിയതിനെതിരെ സിൻഡിക്കേറ്റിലെ ബിജെപി പ്രതിനിധി രംഗത്തെത്തിയിരിക്കുന്നു. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം എ.കെ. അനുരാജ് വൈസ് ചാൻസലറും ഡോക്ടർ പി രവീന്ദ്രന് കത്ത് നൽകി. 3ാം സെമസ്റ്റർ മലയാളം പാഠവിഭാഗത്തിലാണ് ഹിരൺദാസ് മുരളിയുടെ പാട്ട് പഠന വിഷയമാക്കിയത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഹിരൺദാസ് അറസ്റ്റിലായതും പുലിപ്പല്ല് കൈവശം വെച്ചതുമെല്ലാം എ.കെ. അനുരാജ് കത്തിൽ പറയുന്നുണ്ട്. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സ്വയം സമ്മതിച്ച ആളാണ് വേടൻ. പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും കൂട്ടിച്ചേർത്തു. വേടന്റെ പല വീഡിയോകളിലും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കൽ കൂടിയാകുമെന്നും ആശങ്കയുണ്ട്. വേടന്റെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ ഒക്കെ രചനകൾ പാഠഭാഗമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 3ാം സെമസ്റ്റർ മലയാളം പാഠവിഭാഗത്തിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് പഠന വിഷയമാക്കിയത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് ഗാനവും വേടന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് വിദ്യാർത്ഥികൾ നടത്തേണ്ടിയിരുന്നത്. 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ 3ാം സെമസ്റ്റർ BA മലയാള പുസ്തകത്തിലാണ് താരതമ്യ പഠനത്തിനായി മൈക്കിൾ ജാക്സന്റെ റാപ്പ് സംഗീതത്തിനൊപ്പം വേടന്റെ റാപ്പ് സംഗീതവും നൽകിയിരുന്നത്. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പ്രസിദ്ധ റാപ്പ് സംഗീതമാണ് പഠിക്കാനുള്ളത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ഈ സംഗീതത്തിന്റെ ഉള്ളടക്കമെന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന റാപ്പ് സംഗീതമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യവും പ്രതിഷേധ സമരങ്ങളിലും ആഫ്രിക്കൻ അമേരിക്കൻ ജനവിഭാഗങ്ങളിലെ കറുത്തവർക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങൾ, വർണ്ണ വിവേചനം എന്നിവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച ഗാനം കൂടിയാണിത്. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് വേടന്റെ സംഗീതം ഉൾപ്പെടുത്തിയതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് കാലിക്കറ്റ് സർവകലാശാല മലയാളം UG പഠന ബോർഡ് ചെയർമാൻ ഡോക്ടർ MS അജിത് പറഞ്ഞു. ജൂണിലാണ് 3ാം സെമസ്റ്റർ ആരംഭിക്കുന്നത്. മറ്റു ഡിഗ്രി വിദ്യാർത്ഥികൾക്കും മൈനർ പേപ്പറായി വേടന്റെ പാട്ട് എടുത്തു പഠിക്കാനാകും. സിലബസിൽ വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും പഠിക്കേണ്ട റാപ്പ് സംഗീതത്തിന്റെ YouTube വീഡിയോ ലിങ്കും നൽകിയിട്ടുണ്ട്. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP അനുകൂല സിൻഡിക്കേറ്റ് എത്തിയതോടെയാണ് ഈ വിഷയം എല്ലാവരും അറിഞ്ഞത് എന്ന് വേണം പറയാൻ. അതുവരെ തന്നെ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം അധികമാരും അറിഞ്ഞിരുന്നില്ല. കാലിക്കറ്റ് സർവകലാശാല BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ.കെ. അനുരാജിനാണ് ഈ കയ്യടി. വൈസ് ചാൻസലർ പി രവീന്ദ്രന് കത്ത് നൽകിയതോടെയാണ് എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞത്. അദ്ദേഹം കത്തിൽ പറയുന്ന യഥാർത്ഥ കാര്യങ്ങളും അടിവരയിട്ട് പറയുന്ന ചില പ്രധാന വാക്കുകളുമുണ്ട്. വേടൻ ലഹരി വസ്തുക്കളും പുലിപ്പല്ലും കൈവശം വെച്ചതിന് അറസ്റ്റിലായ വ്യക്തിയാണെന്ന് കത്തിൽ തന്നെ എടുത്തു പറയുന്നു. വേടന്റെ പല വീഡിയോകളിൽ മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്നത് തന്നെ ഇത്തരം രീതിയിൽ അനുകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലൂടെ വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കും എന്നതും പരാതിയിൽ എടുത്തു പറയുന്ന ഒരു വാചകം തന്നെയാണെന്ന് പറയാം.